ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂറ്റനാട് ഏളവാദിക്കലാണ്. ഇവിടെ നിന്ന് വെടിക്കെട്ടാണ്. അതായത് കഴിഞ്ഞ വർഷം വെടിക്കെട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ 2 വർഷത്തെയും കൂടിയിട്ട് ഇപ്രാവശ്യം കിടിലനാക്കാൻ പോകാനും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. 7:30 ആയിട്ടുണ്ട്. 7:45 വെടിക്കെട്ട്. എപ്പോഴാവൂലേ പൊട്ട്? വെടിക്കെട്ട് എപ്പോഴാവൂലേ? വെടിക്കെട്ട് ഒരു 10-15 മിനിറ്റ് നടക്കും. പൊട്ടും പൊട്ടും. ഇപ്പോൾ ഇപ്രാവശ്യം ഉഗ്രാതം ഉണ്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത കാരണം. ഏട്ടനെ അവിടെ വെച്ച് പരിചയപ്പെട്ടോ. ഏട്ടൻ്റെ പേരെന്താ? ബാബു. അത് ശരി. ഇനി മുതൽ നമ്മൾ വീഡിയോ കാണണം കേട്ടോ. ഇതിൻ്റെ വീഡിയോ വരും. ഓക്കെ, ചാനൽ പേര് ഇൻഷാദ് വ്ലോഗ്സ്. ഓക്കെ, ഏട്ടൻ്റെ പേര് നസീർ. ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളെ പോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരുപാട് എത്ര ആൾക്കാരെ നോക്കി, എല്ലാവരും ഇവിടെ ഒന്നല്ല, അത് ആ ഒരു സൈഡിലായിട്ട് മുഴുവൻ ജനങ്ങളാണ് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 8 മണിയാവാൻ ടൈമിൽ വെടിക്കെട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇപ്രാവശ്യം അനുമതി കിട്ടിയിട്ടില്ല കേട്ടോ, വെടിക്കെട്ട് ഉണ്ടാവില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോയ ഒരുപാട് ജനങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യത്തെയും ഇവിടെ കൂട്ടി ഒരു 1.5 വെടിക്കെട്ടായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. സോ എന്തായാലും നോക്കട്ടോ. ഓക്കെ, അവിടെയുള്ള ആനകളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. എലിഫൻറ്റ് സ്ക്വാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനകളൊക്കെ മാറ്റുന്നുണ്ട്. കാരണം വെടിക്കെട്ട് പൊട്ടിക്കാൻ പോകില്ല. ഇനിയിപ്പോൾ 1 മണിക്കൂറുള്ളൂ. കറക്റ്റ് 1 മണിക്കൂറില്ല, 7:21. അതെ, 1/2 മണിക്കൂറുള്ളൂ. അരക്കാണ് പൊട്ടിക്കുക. 7:45 പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു സൈഡൊക്കെ നിങ്ങൾ കണ്ടോ? എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന ആ ഒരു സൈഡിലൊക്കെ ഒരുപാട് ലൈറ്റ് കാണാം. അത് ഓരോ ജനങ്ങളാണ്, ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റാണ് ഈ പരിപാടി കാണാൻ വേണ്ടി വന്നിക്കുക കേട്ടോ. അല്ല, വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. നമ്മൾ നെന്മാറ വേലക്ക് പോയിട്ട് അതിൻ്റെ വെടിക്കെട്ടിനൊക്കെ നിന്നൊരു അനുഭൂതി. പക്ഷെ അതിങ്ങനെയൊന്നുമല്ല, ഫുള്ള് ആൾക്കാർ തിങ്ങിയിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ക്രൗഡാവും. പക്ഷെ ഇത് നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 1/2 മണിക്കൂറും കൂടി ഉള്ളൂ. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഫുൾ ആ ഒരു തലക്ക് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ നിന്ന് ഇങ്ങനെ ചെറുത് പൊട്ടി വന്നിട്ട് ഇവിടുന്ന് ഒരു ഉഗ്രൻ വെടിക്കെട്ടാണ് പൊട്ടാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, നമ്മളവിടെ നിന്ന് പോകുന്നിട്ടോ. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വൈബാട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ആ ഒരു സൈഡിലായിരുന്നു നമ്മൾ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നു. ഇവിടെ ഫുള്ള് ജനങ്ങളാണ്. ഇവിടെ നിന്നാണ് പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫുള്ള് നിരന്ന് പൊട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നിൽക്കാം. ഓക്കെ, അതിന് വല്ലാണ്ട് എടുത്ത് നിൽക്കണില്ല, ആ സൈഡിലായിട്ട് നിൽക്കാം. ഞാൻ ട്രൈപോഡ് എടുക്കാൻ മറന്നു. അങ്ങനെ വെച്ചാൽ കിഡിലായിട്ട് എടുക്കാമായിരുന്നു. അത് കുഴപ്പമില്ല. എന്നാലും ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ എല്ലാവരും ഇരിക്കാമല്ലോ. ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ സമയം 7:36 ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പോസ്റ്ററിലൊക്കെ കൊടുത്തിരിക്കുന്നത് 7:30 ഉണ്ട് എന്നാണ് വെടിക്കെട്ട് 7:30 എത്തുന്നത്. ഗംഭീര വെടിക്കെട്ട് എന്ന്. പക്ഷേ പിന്നെ മാറ്റിയതാണ് തോന്നുന്നു. പിന്നെ സമയം മാറ്റിയത് തോന്നുന്നു. ഇപ്പോൾ അവിടെ ശിങ്കാരിമേള നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. ആനകളൊക്കെ മാറ്റിയിട്ടുണ്ടാവും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ തന്നെ കുറേ ആനകൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ആകെ 2 ആനകൾ ഉണ്ടായിട്ടുന്നുള്ളൂ. ബാക്കി നന്ദന തോന്നുന്നു. പിന്നെ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നു. ഇപ്പോൾ എല്ലാ ആനകളും മാറ്റിയിട്ടുണ്ടാവും. ഇനി ജസ്റ്റ് ഒരു 20 മിനിറ്റ് അത്ര ഉണ്ടാവുള്ളൂ വെടിക്കെട്ട് പൊട്ടാൻ വേണ്ടിയിട്ട്. കണ്ടറിയില്ല, ഇവിടെ എല്ലാവരും ഇരിക്കട്ടെ ഈ സൈഡിൽ മൂലൊക്കെ കണ്ടോ. അവിടെ ഇങ്ങനെ ആയിട്ട് കുറേ ഫാമിലീസും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടുന്ന് ആ ഒരു തലക്ക് നിൽക്കാതെ അവിടെ നിന്ന് കുറച്ചായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. കാരണം അവിടെ ഭയങ്കര ഒന്നും തള്ളു, അത്രയും ക്രൗഡായിട്ട് നിൽക്കുകയാണ്. കുറച്ചാണ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾ നിന്നതാണ്. പൊട്ടിക്കാരായി തോന്നുന്നു കേട്ടോ. അവിടെ നിന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതെ, പൊട്ടാരായി. അവിടുന്ന് അങ്ങനെ ചെറുതിങ്ങനെ പൊട്ടി നേരെ വന്നിട്ട് ഇവിടുന്ന് ആ മൊത്തം ഫുൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒക്കെപ്പാടെ പൊട്ടും. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. അവിടുന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടും. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞങ്ങൾ നെന്മാറ കണ്ട മാതിരി ചെറുതായിട്ട് ഇങ്ങനെ കയറി വരും. നിങ്ങൾക്കൊന്നും കാണാണ്ടാവില്ല അല്ലേ? എന്തായാലും വെടിക്കെട്ട് പൊട്ടാൻ ടൈമിൽ ഈ ലൈറ്റ് ഒന്നും പ്രശ്നമാവില്ല. കാരണം മേലക്ക് പൊന്തുന്ന ടൈമിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചാണ് പോയിട്ട് അവിടെ റോഡുണ്ട്. ഈ പാടത്ത് നേരെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പിന്നെ ഇല്ലയെന്ന് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അവിടെയൊക്കെ ഫുൾ ആൾക്കാർ കണ്ടോ. റൈസ് തുടങ്ങി. ഇതാ അവിടുന്ന് പൊട്ടൽ തുടങ്ങിയിട്ടാ. അവിടുന്ന് പൊട്ടൽ തുടങ്ങി. ഇതേ അവിടുന്ന് വരുന്നുണ്ട്. ഇതാ പോണ്. അവിടെ പൊട്ടിയതിന് ശേഷമാണ് ഇവിടേക്ക് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അവിടുന്ന് ചെറുത് പൊട്ടിയിട്ട് ഇവിടുന്ന് ഫുൾ ബ്ലാസ്റ്റ് ആയിരിക്കും. ഓക്കെ, പോണ്. അടിപൊളി. അവിടുന്ന് ഇനി ഇങ്ങനെ ചെറുത് പൊട്ടി വരും കേട്ടോ. നല്ല സൗണ്ടുണ്ട് ഫസ്റ്റ് തന്നെ.
അപ്പോൾ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ദേ അവിടെ നോക്കി. ഈശ അവിടുന്ന് അങ്ങനെ ചെറുതായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഈശ അവിടുന്ന് അങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. നേരത്തെ പോലെയല്ല, ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കൂടി വരുന്നുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ ഇറങ്ങാനാണ്. കൂടി വരുന്നുണ്ട് കേട്ടോ.
ഗൈസ് കത്തി തുടങ്ങി. അയ്യോ പൊട്ടി പൊന്നോ. ഒന്നുമില്ല കേട്ടോ, ഇവിടെ എത്തിയില്ല, അവിടെ എത്തണുള്ളൂ. ഇവിടെയാണ് ഫുള്ള് സെറ്റ് വെച്ചില്ല, അവിടെ എത്തിയില്ല. അപ്പൊ പൊളി 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 പൊളി. പൊളിച്ച് ഏതാ ഡമ്മോ ഇവിടെ എത്തിക്ക്. കഴിഞ്ഞിട്ടാ കഴിഞ്ഞ് എല്ലാം കത്തി കഴിഞ്ഞ്. അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ ഈ ഒരു സ്പോട്ടിലൊക്കെ എത്തിക്ക് മൊത്തം കത്തി പിടിച്ച് ഫുൾ അടിപൊളിയായിരുന്നു. എല്ലാവരും കഴിഞ്ഞിട്ട് ഇതാ പോവാട്ടാ. അങ്ങനെ കഴിഞ്ഞിട്ടാ. ഓക്കെ, ബൈ. സോ ഗൈസ്, ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്നും നോക്കണ്ട, ചെയ്തേക്കാം. അപ്പോൾ ബൈ.